ഒറിജിനലായിരുന്ന ദ്വാരപാലക വിഗ്രഹം വലിയ തുകയ്ക്ക് വിറ്റിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ കടകംപള്ളി സുരേന്ദ്രനോട്, അന്നത്തെ ദേവസ്വം മന്ത്രിയോട്, അന്നത്തെ ദേവസ്വം ബോർഡിനോട് ചോദിച്ചത്, ഏത് കോടീശ്വരനാണ് നിങ്ങൾ ശബരിമല ധർമ്മശാസ്താവിന്റെ ദ്വാരപാലക ശില്പം കൊടുത്തത്? മറുപടി പറയണ്ടേ? അവർക്കറിയാമല്ലോ. എന്റെ കയ്യിലുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയില്ല എന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറയട്ടെ. ഞാൻ വെല്ലുവിളിക്കുന്നു. തിരുവനന്തപുരത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഒരു വീട് നിർമ്മിച്ചു കൊടുത്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അതിന്റെ താക്കോൽ ദാനം നിർവഹിച്ചത് കടകംപള്ളി സുരേന്ദ്രനാണ്. 2019 മനോരമയുടെ വാർത്തയുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? 3 പേരുള്ള ഒരു കമ്പനി, ഉണ്ണികൃഷ്ണൻ പോറ്റിയും വേറെ 2 പേരുമുള്ള ഒരു കമ്പനിയാണ് ഈ വീട് നിർമ്മിച്ച് നൽകിയിരിക്കുന്നത്. എന്നിട്ട് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറയുകയാണ്, 4ാമത്തെ പങ്കാളി ഈ കമ്പനിയുടെ സ്വാമി അയ്യപ്പനാണ്. അയ്യപ്പന് കിട്ടിയ പണമാണ് ഇവിടെ വീട് നിർമ്മിക്കാൻ കൊടുത്തിരിക്കുന്നത്. അത്രയും വലിയ അയ്യപ്പ ഭക്തനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ആരുടെ സർട്ടിഫിക്കറ്റാണ്? കടകംപള്ളി സുരേന്ദ്രന്റെ സർട്ടിഫിക്കറ്റ്. ഇപ്പൊ ഇവർക്ക് ആർക്കും അറിയില്ല ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണെന്ന്. ഹൈക്കോടതി പറഞ്ഞു ഇവർക്കെല്ലാം അറിയാമായിരുന്നു അവിടെ ഇത് നടന്നുവെന്ന്. അതെല്ലാം ഇവർ മൂടി വെച്ചു, വലിയ കളവ് നടത്തി. The Voice of India.